ഓണമൊക്കെ അങ്ങ് അടുക്കാറായില്ലേ. അപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാണ്ടിരിക്കുന്നത് മോശമല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലിരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഓണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും ഇറങ്ങി. അങ്ങനെ ഫസ്റ്റ് മെഗ്ഡിയിലോട്ടാണ് വിട്ടത്. മിലൻ്റെ വിശപ്പൊക്കെ ഒന്ന് അടക്കി കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെ ആവുമല്ലോ. അങ്ങനെ മെഗ്ഡി പോയി ഐസ്ക്രീമും ഫ്രഞ്ച് ഫ്രൈസും ബർഗറും ഒക്കെ വാങ്ങി കൊടുത്തിട്ട് നേരെ അവന്യൂസ് മോളിലോട്ടാണ് പോയത്. അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ സാറ്റർഡേ ആയിരുന്നു പോയത്. ഫ്രൈഡേ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ പാർക്കിങ്ങിനൊന്നും സ്പേസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഫസ്റ്റ് പോയത് R&Bയിലോട്ടാണ്. പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ സെൻറ്റർ പോയിൻറ്റിലോട്ട് വിട്ടു. അപ്പോൾ സെൻറ്റർ പോയിൻറ്റ് പോയിട്ട് ഹൃദയ്ക്ക് ഒരു ഷർട്ടും പിന്നെ മിലന് ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഹൃദയ് ചൂസ് ചെയ്ത ഷർട്ട് ആസ് യൂഷ്വൽ ഉള്ള കളറിന് സ്ലൈറ്റ് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ഷർട്ട് തന്നെയാണ്. പിന്നെ ഞങ്ങൾ മിലനെ നോക്കാൻ പോയിട്ടാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തിക്കണം കണ്ടപ്പോൾ ഹൃദയ്ക്ക് സഹിച്ചില്ല. അപ്പം മിലൻ എൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഹൃദയ് പോയി. അത്രയും നേരം ഹൃദയം നോക്കിയത്. അപ്പം ഞാനിങ്ങനെ സുഖിച്ച് നടക്കണം കണ്ടപ്പം ഹൃദയ്ക്ക് സഹിച്ചില്ല. അങ്ങനെ എന്നിട്ട് പിന്നെ ഞാനും മിലനും കൂടി എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. മിലൻ ആക്ച്വലി എൻ്റെ കൂടെ വെക്കുമ്പോൾ ഭയങ്കര ഒതുങ്ങിയിട്ടാണ്. പക്ഷേ ഹൃദയൻ്റെ കൂടെ ആകുമ്പോൾ ഭയങ്കര വില്ലനാണ് മിലൻ. ഫുൾ പോക്കിരുത്തരും അടിക്കലും ഇടിക്കലും കുത്തലും ഒക്കെ ഹൃദയൻ്റെ അടുത്ത് വെക്കുമ്പോഴാണ് പറഞ്ഞാൽ കേൾക്കില്ല കണ്ട ഓടുന്നത്. അങ്ങനെ ഞങ്ങൾ മിലന് അപ്പോൾ കാണിച്ചുന്ന ഡ്രസ്സൊക്കെ ആട്ടോ എടുത്തത്. പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലതാ. ഇവിടെ മിലനാണെങ്കിൽ ഒരു ഡമ്മീനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ബോഡി പാർട്സൊക്കെ ഒഴിച്ച് പറയുന്നത്. അപ്പം ഞാനിരുന്ന് കാണിച്ചു 2-3 ഡ്രസ്സൊക്കെ ആട്ടോ എടുത്തത്. വെറുതെ അങ്ങനെ എവിടെയും ഇടാനില്ല. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഒമാനിലല്ല. അപ്പോൾ എവിടെയും ഫങ്ഷനോ അല്ലെങ്കിൽ എങ്ങോട്ടും പോകാനൊന്നുമില്ല എനിക്ക്. അപ്പം അങ്ങനെ ഭയങ്കര മറ്റേ എത്തിക്കലായിട്ടുള്ള ഡ്രസ്സൊന്നുമല്ല. ജസ്റ്റ് ഇവനെയും കൊണ്ട് പാർക്കൊക്കെ പോകാൻ പറ്റുമ്പോൾ ഇടാവുന്ന ഒരു 2-3 ഡ്രസ്സസ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ അവൻ്റെ പ്ലേ സ്റ്റേഷനിലോട്ട് പോയി. അവിടെ നോക്കുമ്പോൾ ഒരു കോഴി, അങ്ങനെ അതിനെയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പ്ലേ ഏരിയയിലോട്ട് പോയി. അവിടെ പോയപ്പം ഈ കാറാണ് അവൻ്റെ സ്ഥിരം. അവിടെ ഉള്ള ടോയ്സ് തന്നെ. പിന്നെ ഇതിൽ ഞാനും മിലനുമാണ് എപ്പോഴും കയറാറ്. ഇപ്രാവശ്യം ഞാൻ ഹൃദയനെ പറഞ്ഞു വിട്ടു. അങ്ങനെ അതിലും കയറിയിട്ട് പിന്നെ എപ്പോഴും ടൈഗറിൽ മിലൻ്റെ ഒപ്പം ഹൃദയ പോലെ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ KFCക്ക് വീണ്ടും പോയി. ഞങ്ങൾക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫുഡ്, മിലന് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മതി, അങ്ങനെ അതൊക്കെ കഴിച്ചു തന്നേ. പിന്നെ ഞങ്ങൾ ലുലു സെഷനിലോട്ട് പോയിട്ടാണ്. അപ്പം ഇവർ രണ്ടാളും കാണില്ല. അങ്ങനെ ഞാൻ ഗസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാട്ടോ. എനിക്ക് തോന്നി ഇവർ ആ കാറിൻ്റെ അവിടെ ഉണ്ടാവുമെന്ന്. കാറോ ബൈക്കിൻ്റെ അവിടെ വായി നോക്കിയിട്ടുണ്ടാവും രണ്ടൊന്നും എനിക്കറിയായിരുന്നു. അങ്ങനെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇത് ഒട്ടിക്കാമെന്ന് കരുതിയിട്ടാണ്. ആദ്യം മിലൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒട്ടിക്കാമെന്ന് കരുതി, പിന്നെ കരുതി ഒട്ടിക്കാമെന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റേ എന്താ പറയുക എന്തായാലും പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല അത്രയും നേരം വെയിറ്റ് ചെയ്യണം. പക്ഷേ മിലൻ വൻ കരച്ചില്ല. അങ്ങനെ മിലനെ ഞങ്ങൾ ബാത്റൂമിൽ വെള്ളം തുറന്നിട്ട് അവിടെ കൊണ്ട് നിർത്തി. അവിടെ ആകുമ്പോൾ 1 മണിക്കൂർ ഞങ്ങൾ ഇല്ലാണ്ട് നിന്നോളും, ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഞങ്ങൾ ഇത് ഒട്ടിക്കാൻ തുടങ്ങി. ഞങ്ങൾ കരുതി മിലനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാലെന്നൊക്കെ. ഇത് നാട്ടിൽ ഞാൻ വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സെയിം സാധനം ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാണ്. അപ്പോൾ ആമസോണിൽ നിന്ന് മേടിച്ച പ്രൊഡക്റ്റാണ്. അടിപൊളി സാധനം കേട്ടോ. ഇത് ചുമരിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി സാധനം. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നാട്ടിലുള്ളത് തന്നെ ഞാൻ വാങ്ങി. സെയിം മിലനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ അവനിഷ്ടമായത് അതിൻ്റെ മറ്റേ കവറിങ്ങിലുള്ള ആ ഒരു വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിരുന്ന ഒരു ചാർട്ട് പേപ്പറില്ല, അതും കൊണ്ടാവും നടന്നത്. ആ പിക്ചർക്ക് മൈൻഡ് പോലും നോക്കിയില്ല. അങ്ങനെ എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോരോന്ന് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് അവിടെ ഒട്ടിച്ചത് കണ്ടപ്പോൾ നമുക്ക് ഒരു രസം തോന്നി, ഒരു പ്ലേ ഏരിയ പോലെ തോന്നി അവിടെ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ. അങ്ങനെ ഞാൻ രണ്ടാളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഋതുവിനെ പിടിച്ചിരുത്തി. പക്ഷേ മിലനിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.